ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും ഒരു ആക്ടർ എന്ന നിലയ്ക്കും മിമിക്രി ഒരുപാട് ദോഷം ചെയ്യും. അത് എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ അതൊരു അച്ഛൻ എന്താ അങ്ങനെ പറയുന്നതൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ജയറാമിൻ്റെ അഭിനയത്തിൽ പ്രേം നസീറിൻ്റെ ശൈലി വരാറുണ്ട്, ദിലീപിൻ്റെ അഭിനയത്തിൽ. കണ്ണടച്ച് നിന്നാലും തിലക സാർ മുമ്പിലിരിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടണത്. എപ്പോഴെങ്കിലും തിലക സാറിനെ ചെയ്ത് കാണിക്കുമെന്ന് ചോദിക്കാറുണ്ട്, പക്ഷെ അതിനുള്ളൊരു ധൈര്യം കാണിക്കാറുണ്ടോ? ചിക്കു എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തേ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ പൈലറ്റ് കേട്ടാൽ ഞാൻ ചെയ്യും. എനിക്ക് അവാർഡ് കിട്ടിയ കാര്യം ഞാൻ തന്നെ അച്ഛൻ അങ്ങോട്ട് വിളിച്ചു പറയും. സാധാരണ ചെയ്യുന്നത് അച്ഛൻ ഓടി വന്ന് മക്കളെയൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മോനെ വെടികൂട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാനും പ്രതീക്ഷിച്ചു. പക്ഷേ അച്ഛൻ്റെ ഒരു രീതി അങ്ങനെയല്ല. ഞാൻ അച്ഛനെ വിളിച്ചിട്ടെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ അവാർഡ് എനിക്കാണ്, ആ എന്നൊരു മൂടന് മാത്രമേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കത് മതി. പ്രേം നസീർ അതുപോലെ തന്നെ മമ്മൂട്ടിയൊക്കെ എൻ്റെ വോയിസിന് ഇണങ്ങുന്നതാണ്. പക്ഷെ മോഹൻലാലിന്റെ ശബ്ദമൊക്കെ അന്ന് എടുക്കാൻ ഞാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. ശോഭി തിലകൻ എന്നൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞത് റിയാസ് ഖാനെ ഞാൻ ബാലേട്ടനിൽ ഡബ് ചെയ്തപ്പോഴാണ്. ചെസ് എന്ന് പറയുന്ന പടത്തിൽ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. എത്ര ഞാൻ നോക്കിയിട്ടും സിങ്ക് ആവുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്ക് ഡബ് ചെയ്യാൻ. മറ്റുള്ളവർക്ക് ഡബ് ചെയ്യാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. എന്നെ ഇതുവരെ ആരും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. റിയാസ് ഖാനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്താണ്. റിയാസ് ഖാനെയാണ്, എന്നെയല്ല. അടുത്തതായി വരുന്നു റിയാസ് ഖാൻ എന്ന് പറഞ്ഞ് ഒന്ന് പറയുന്നത് കോട്ടയുടെ ബാലേട്ട എന്ന് പറയുന്ന സാധനം. അത് ഡബ്ബിലേക്ക് ഞാനാ. അതാണ് ബാലേട്ടൻ. ഒളിച്ചു വെക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. കോട്ടടാ ബാലേട്ട. ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല. ശോഭി തിലകനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമ്മളിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുടെ ഇടയിലാണ്. പുസ്തകങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ള ഒരാളാണോ? പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ ലൈബ്രറി കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ ബെഡ്റൂമാണ്. അച്ഛൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ചുറ്റിനും ഒരു ഇതുപോലത്തെ ഷെൽഫുണ്ട്. അപ്പോൾ ആ ഷെൽഫിൽ മൊത്തം പുസ്തകങ്ങളാണ്. പുള്ളിക്കാരൻ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ വായന കണ്ടിട്ട് വായിക്കണമെന്നൊക്കെ താല്പര്യം തോന്നാറുണ്ട്. പക്ഷേ കുറച്ച് വായിക്കുമ്പോഴേക്കും മടുക്കും, അങ്ങനെ നിർത്തും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വായനയിൽ നിന്നും പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇത്രമാത്രം സൂര്യന് താഴെയുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും പുള്ളി വളരെ ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കും, എന്തിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് പുസ്തക വായന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം അതാണ്. 39ാമത്തെ വയസ്സിലാണ് അതിലേക്ക് ഡബിങ് ചെയ്യുന്നത്. അതിന് മുൻപ് ചേട്ടൻ്റെ ഒരു കരിയർ എന്തായിരുന്നു ചെയ്തതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അല്ല, അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 94 കേരള യൂണിവേഴ്സിറ്റി വിന്നറായി മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെ. കായംകുളം MSN കോളേജിൽ വെച്ച് നടന്ന യൂത്ത് ഫെസ്റ്റിവലിനായിരുന്നു എനിക്ക് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം കുറേ അധികം പ്രോഗ്രാംസ്, ഇങ്ങനെ മിമിക്രി പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റി. അത് കൊല്ലം, തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് കുറേ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന മിമിക്രിയിലെ എന്താ പറയുക, മിമിക്രിയിലെ കാലം മാറുന്നത് കേട്ടില്ലേ? അതായത് നമ്മുടെ കോട്ടയം നസീർ, ജോസഫ് വിൽസൺ, അതുപോലെ തന്നെ ജോബിയൊക്കെ അവരൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യാനായിട്ട് കൊല്ലം സുൽഫി എന്ന് പറയുന്ന ഋഷി, അങ്ങനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചെറിയ 1-2 പ്രോഗ്രാമേ അവരോട് കൂടെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതുകൂടാതെ എൻ്റെ ബാനറിൽ തന്നെ ഞാൻ എനിക്ക് 300-ന് മുകളിൽ സ്റ്റേജ് കളിച്ചിട്ടുണ്ട്. ഈ മിമിക്രി ചെയ്യുന്ന സമയത്ത് ആരുടെ വോയിസ് ആണ് എടുക്കുക? അല്ല, അത് ഞാൻ എൻ്റെ വോയിസ് എടുക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ അന്ന് ഒരു തീം എടുത്തിട്ട് ചെയ്തതായിരുന്നു അന്ന് എനിക്ക് പ്രൈസ് കിട്ടാനുള്ള കാരണം. അതായത് വേലുത്തമ്പി ദളവയുടെ ആ നാടകത്തിൻ്റെ അവസാനത്തെ ഒരു രംഗം, അതായത് ഇല്ലില്ല ഇപ്പം ചെയ്യാൻ പറ്റില്ല, അതെല്ലാം വിട്ടു. ഈ പറയുന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മരിക്കുന്ന സീക്വൻസ് ഒരേ സമയത്ത് 2 ആർട്ടിസ്റ്റുകൾ അത് അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ രീതിയിലൊക്കെ അങ്ങനൊരു തീമായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അന്ന് ചെയ്തത് ഇപ്പം സത്യം പറഞ്ഞാൽ അതെനിക്ക് അത്രയ്ക്ക് ധൈര്യം ഞാൻ കാണിച്ചു. കാരണം പ്രേം നസീർ
അതുപോലെ തന്നെ മമ്മൂട്ടിയൊക്കെ എൻ്റെ വോയിസിന് ഇണങ്ങുന്നതാണ്. അത്യാവശ്യം ഞാൻ ഒന്ന് ചെറിയ ചേഞ്ച് ചെയ്താൽ പറ്റും. പക്ഷെ മോഹൻലാലിൻ്റെ ശബ്ദമൊക്കെ അന്ന് എടുക്കാൻ ഞാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. മോഹൻലാൽ, ജനാർദ്ദനൻ, പിന്നെ അന്ന് ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്ന 2 വോയിസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പഴയ മുഖ്യമന്ത്രി നയനാര്, അതുപോലെ തന്നെ പണ്ടത്തെ മറ്റൊരു മുഖ്യമന്ത്രി കെ കരുണാകരൻ. ഇവരുടെ 2പേരുടെയും ശബ്ദം അതിലൂടെ ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു തീം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വരുന്നതായിട്ട് ഇവരെ കൊണ്ടും കൂടി 2 ഡയലോഗ് പറയിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. അതിൽ ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും ഒരാളുടെ കാണിക്കാൻ പറ്റും? ഇല്ല, ഞാൻ എന്താ പറയുക, ഞാൻ ഈ മിമിക്രി എന്ന് പറയുന്നത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും ഒരു ആക്ടർ എന്ന നിലയ്ക്കും മിമിക്രി ഒരുപാട് ദോഷം ചെയ്യും. അത് എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അഭിനയത്തിൻ്റെ ഒരു സാധ്യതകളുണ്ടെങ്കിൽ നീ മിമിക്രി ചെയ്യുന്നതിലൂടെ നിനക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയില്ലേ, ഇപ്പം എൻ്റെ മാസ്റ്റർ പീസ് ഇതാണെന്ന് പറയില്ലേ, എന്ന് പറയുന്നത് ആ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടാവും. അപ്പോൾ അവരെ നീ കൂടുതൽ ഒബ്സർവ് ചെയ്യും, അവരെ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അവരുടെ ശബ്ദവും അവരുടെ ചേഷ്ടകളും എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിൻ്റെ ഉള്ളിലുള്ള സ്വാഭാവികമായ അഭിനയം നഷ്ടപ്പെടും, നീ അവരിലേക്ക് അല്ലെങ്കിൽ അവർ നിന്നിലേക്ക് കയറും. അപ്പം നമ്മളുടെ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് മിമിക്രി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ അതൊരു അച്ഛനെന്താ അങ്ങനെ പറയുന്നതൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന്. കാരണം ഇപ്പോൾ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം ചുമ്മാ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അവരുടെ അഭിനയത്തിന് നമ്മൾ ആ സിനിമയായിട്ട് കാണാതെ അവരഭിനയിക്കുന്ന ഓരോ രംഗങ്ങളായിട്ട് കണ്ടുകൊണ്ട് അതിൽ അവർ കാണിച്ചിരിക്കുന്ന മാനറിസങ്ങളും അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ റെൻഡറിങ് ശൈലിയും ആ ശൈലിയൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. അത് പല ആളുകളും അവരുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള താരങ്ങളുടെ അവർ ചെയ്തിട്ടുള്ള ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സീനുകളൊക്കെ ആയിരിക്കും ചെറുതായിട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് വരിക. ഉദാഹരണം ഞാൻ പറയാം, എനിക്ക് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കോട്ടയം നസീർ ഒരുപാട് സിനിമകളിൽ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫയ്ക്കും ബാലേന്ദ്ര മേനോനും ഒക്കെ കയറി വരാറുണ്ട്. അതുപോലെ ജയറാമിൻ്റെ അഭിനയത്തിൽ പ്രേം നസീറിൻ്റെ ഒരു ശൈലി വരാറുണ്ട്, ദിലീപിൻ്റെ അഭിനയത്തിൽ പക്ഷെ അത് ആദ്യകാലങ്ങളിലൊക്കെയാണ്. അതിനുശേഷം അവരൊക്കെ അവരുടേതായ ശൈലി ഉണ്ടാക്കിയെടുത്തു. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഈ സിനിമയിൽ തിരക്കായതിനു ശേഷം എനിക്ക് തോന്നുന്നു ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിന് ജസ്റ്റ് ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലാതെ അവരൊന്നും റെഗുലറായിട്ട് മിമിക്രി പ്രോഗ്രാമിനൊന്നും പോകാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് സ്വന്തമായ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൽ നിന്ന് വിട്ടിട്ട് ആ ആർട്ടിസ്റ്റുകളിൽ നിന്ന് വിട്ടിട്ട് അവരുടേതായ ശൈലി ഉണ്ടായപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പേ മിമിക്രി വേണ്ട എന്ന് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാറില്ല. പിന്നെ ഇമിറ്റേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. അവരുടെ നമ്മളൊരു ഏത് ക്യാരക്ടർ ഡബ് ചെയ്യുമ്പോഴും അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ശൈലിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചില്ല. അല്ലാതെ എൻ്റെ ശബ്ദം അവരിൽ അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ നോക്കാറ്. അവരുടെ ഒരു ശൈലി, അവരെങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അത് അഭിനയിച്ച സമയത്ത് ചെയ്തേക്കുന്നത്, അതിലേക്ക് ഞാൻ എൻ്റെ വോയിസും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോ രീതിയായിട്ട്, അല്ലെങ്കിൽ എല്ലാം എൻ്റെ വോയിസ് ആയിട്ടിരിക്കും, എൻ്റെ ശൈലിയായിട്ടിരിക്കും എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതുപോലെ ഞാനൊരു 3 സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിലല്ല, തമിഴിലാണ്. ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമ, മലയാള സിനിമ, അത് തമിഴിലേക്ക് ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പുതിയ നിയമം, നയൻതാര മമ്മൂക്ക, അതും തമിഴിൽ ചെയ്തു. മമ്മൂക്ക അഭിനയിച്ച തെലുങ്ക് യാത്ര എന്ന് പറയുന്ന സിനിമ, നമുക്ക് 2 യാത്രയിലും അഭിനയിച്ചു. ഒന്ന് മലയാളം യാത്രയാണ്, അത് പണ്ടത്തെയാണ്. ഇത് തെലുങ്ക് യാത്ര. അതായത് YSR രാജശേഖര റെഡ്ഡി എന്ന് പറയുന്ന പഴയ കോൺഗ്രസിൻ്റെ നേതാവിനെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമ. അതിൽ തെലുങ്കിലും മലയാളത്തിലും മമ്മൂക്ക തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. തമിഴിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ശൈലിയിലേക്ക് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ശബ്ദത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തോട് കുറച്ച് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് അത്
അങ്ങ് മാച്ചാക്കുക എന്നുള്ളത്. അതായത് ഇമിറ്റേറ്റിങ്, അത് പ്രത്യേകിച്ച് മിമിക്രി ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് പോയിട്ടില്ല. അതേപോലെ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തിലകൻ സാറിനെ നേരിട്ട് കാണാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ നമുക്ക് ആഗ്രഹമാണ്, പക്ഷെ നമുക്ക് സംഭവിക്കില്ല. പക്ഷെ ഇപ്പം കണ്ണടച്ച് നിന്നാലും തിലകൻ സാർ മുമ്പിലിരിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടണത്. അപ്പം എപ്പോഴെങ്കിലും ഇപ്പം എല്ലാവരും ഇപ്പം മകനാണ്, ശബ്ദമായിട്ട് സാമ്യം ഉണ്ടെന്നൊക്കെ തോന്നുമ്പോൾ എപ്പോഴെങ്കിലും തിലകൻ സാറിനെ ചെയ്ത് കാണിക്കുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിനുള്ളൊരു ധൈര്യം കാണിക്കാറുണ്ടോ? അല്ല, ഞാൻ ഈ സ്റ്റേജിൽ ഞാൻ ഇതുവരെ ആ ധൈര്യം കാണിച്ചിട്ടില്ല. കാര്യം എനിക്ക് ആദ്യമായിട്ട് ഈ SM കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മിമിക്രിക്ക് മിമിക്രിക്ക് പ്രൈസ് കിട്ടിയ സമയത്ത് അതിൻ്റെ ആ ഫങ്ഷൻ ഉണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഫങ്ഷൻ വൈകുന്നേരമുണ്ട്. അപ്പോൾ അന്ന് ഇന്ത്യൻ സിനിമയിലെ ലെജൻഡുകളിൽ ഒരാളായ ഓംപുരി സാറായിരുന്നു അന്ന് സർട്ടിഫിക്കറ്റ് തന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് സമ്മാനം കിട്ടിയ ഐറ്റം നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ ഇതിലും പാർട്ടിസിപ്പൻസും അവിടെ അവതരിപ്പിക്കണം. അപ്പം അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ചെയ്തപ്പോഴേക്കും ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് തിലകൻ എന്ന് വിളിച്ചു പറഞ്ഞു, തിലകനെ അവതരിപ്പിക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, തലയൊരിക്കുമ്പോൾ വാലാടാൻ പാടില്ല, അതുകൊണ്ട് അത് ചെയ്യാൻ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന ഒരു സീരിയലിലും അതുപോലെ തന്നെ 3 സിനിമകളിലും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് പാട്ടും കൂടി പാടിയിട്ടുണ്ട്. അതെ, ഓഗസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഫുൾ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തതും പുള്ളി പാടുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ടും ഞാൻ തന്നെയാണ് പാടിയേക്കുന്നത്. അതൊരു വലിയൊരു ഭാഗ്യം കൂടി. അതെ അതെ. അത് പക്ഷേ അതും ഞാൻ പറഞ്ഞു, ഞാനൊരിക്കലും എനിക്കിങ്ങനെ ഇപ്പോൾ ചിക്കു എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തേ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പൈലറ്റ് കേട്ടാൽ ഞാൻ ചെയ്യാം. പൈലറ്റ് കേട്ടാൽ ഞാൻ ആ പൈലറ്റ് കേട്ടിട്ട് ഇമ്മീഡിയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് കറക്റ്റായിട്ട് വരും. മലയാളത്തിൽ ഇത്രയും മികച്ചൊരു നടന്റെ മക്കളിൽ ഒരാളാണ്. അപ്പം അഭിനയത്തിലേക്ക് വരുന്നതാണ് ആളുകൾ പ്രതീക്ഷിക്കുക, പക്ഷെ ഡബിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ട് ഡബിങ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇത്ര വർഷം ഡബിങ് ചെയ്യാം? അഭിനയമല്ലേ? തീർച്ചയായിട്ടും ഡബിങ് എന്ന് പറയുന്ന അഭിനയം തന്നെയാണ്. ഞാൻ ഒരിക്കലും ഡബിങ്ങിനെ വേറൊരു കലയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നല്ലൊരു അഭിനേതാവിന് മാത്രമേ നന്നായിട്ട് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഡബ് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ഡബ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ടെക്നോളജി വെച്ചിട്ട് ആർക്കും ഡബ് ചെയ്യാം. വഴി കൂടി പോകുന്നവരെ ഒരാളെ വിളിച്ചിട്ട് ഇതൊന്ന് ഡബ് ചെയ്തെന്ന് പറഞ്ഞാൽ ഡബ് ചെയ്യാൻ പറ്റും. കാരണം അത് ലിപ്പ് സിങ്ക് ആയില്ലെങ്കിൽ പോലും അത് വലിച്ചൊക്കെ ഇട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കഥാപാത്രം ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല അഭിനേതാവും കൂടി ആയിട്ടുള്ളൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെക്നിക്കലി ഒരു ലിപ് സിങ്കിങ് മാത്രമായിട്ട് പോകും. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ അന്നേരത്തെ മാനസിക വ്യാപാരം എന്താണോ, അപ്പോൾ അതിനനുസരിച്ച് ശബ്ദത്തിൽ വേരിയേഷൻസ് വരുത്തുക. അത് സ്വാഭാവികമായ രീതിയിലുള്ള പെർഫോമൻസ് വന്നാൽ മാത്രമേ ആ കഥാപാത്രം കുറച്ചുകൂടി നന്നാവുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ മാർക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ 50-50 മാർക്കേ കൊടുക്കും. അതായത് ഡബിങ്ങിനും 50, അഭിനയത്തിനും 50, അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ആർട്ടിസ്റ്റ് എന്നത്. അമൽ നീരദിന്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയുണ്ട്, ഡബിങ് ആയാലും അഭിനയത്തിലാണെങ്കിൽ അത് എപ്പോഴും എല്ലാ സിനിമകളിലും കൂട്ടാറുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ബാച്ചിലേഴ്സ് ക്ലബിലാണ് 2 പേർക്ക് ചെയ്യുന്നത്. അദ്ദേഹം എന്ന് വെച്ചാൽ ഈ ഡബിങ്ങിലായാലും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൽ ഏത് മോഡുലേഷൻ വേണമെന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്ന ആളാണ്. അപ്പൊ എങ്ങനെ ആ സിനിമയില് 2 പേർക്ക് ഡബ് ചെയ്യുക? അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് അത് എങ്ങനെയാണ്? അത് സത്യം പറഞ്ഞാല് അമൽ നീരദ് എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ എപ്പോഴും വളരെ അത്ഭുതത്തോടെ കാണുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് എന്തോ എൻ്റെ മോഡുലേഷനും എൻ്റെ ശബ്ദവും എൻ്റെ ശൈലിയും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. ബാച്ചിലേഴ്സ് പാർട്ടി എന്നെ വിളിച്ചിട്ട് വില്ലനെ ഡബ് ചെയ്യും. വില്ലൻ്റെ ക്യാരക്ടർ ഹിന്ദി നടൻ. ഞാൻ പോയി സാധാരണ വില്ലന്മാർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ഡബ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കോള്. അപ്പോൾ അമൽജി പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടി വരണം എന്നുള്ളത്. ഞാൻ വിചാരിച്ച് കറക്ഷൻ വല്ലതും കാണും. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു, ചേട്ടാ അതേ നമ്മൾ റഹ്മാന് മറ്റേ ബ്ലാക്കിൽ ഡബ് ചെയ്ത് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു
ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അപ്പോൾ എനിക്ക് ആശ്വാസമായി. പുള്ളിക്ക് അയാളെ കൊണ്ടും ചെയ്യിക്കാം, ഈ വില്ലന് ചേട്ടനെ കൊണ്ടും ചെയ്യിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ വന്ന് ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ബ്ലാക്കിൽ വോയിസ് വരുന്നില്ല. അപ്പോൾ പുള്ളി ചോദിച്ചു, അതല്ല ബ്ലാക്കിൽ ഡബ് ചെയ്ത ആ വോയിസാണ് എനിക്ക് വേണ്ടത്. അയ്യോ അത് ഞാനല്ല ശോഭിയ ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയാണോ ഒന്ന് സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിച്ചത്. അങ്ങനെ റഹ്മാന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്ത് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ മറ്റേത് നമുക്ക് വേറെ ആരെങ്കിലും ചെയ്യിക്കാൻ ചേട്ടനിപ്പോൾ റഹ്മാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റഹ്മാനെ ഡബ് ചെയ്ത് കഴിഞ്ഞ് തീർന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു, അതേ ആ വില്ലനും കൂടി ഒന്ന് ഡബ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞല്ല അത് കോമ്പിനേഷനൊക്കെ ഇല്ലേ, അപ്പം അറിയത്തില്ലേ. അല്ല അത് ചേട്ടൻ വിചാരിച്ചാൽ പറ്റും, ഒന്ന് നോക്കാൻ പോകും. ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഇന്ന് ചെയ്യേണ്ട, നാളെ ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം ഇയാളുടെ ഈ അഭിനയിച്ചേക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ആ ശൈലി പിടിച്ച് ഒരു മലയാളം അറിയാൻ വയ്യാത്ത ഒരു രീതിയൊക്കെ ആക്കി ഡബ് ചെയ്തു. ഓക്കെ, കോമ്പിനേഷൻ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കോമ്പിനേഷൻ അറിയാൻ പറ്റും. എന്തായാലും സംഭവം ഒപ്പിച്ചെടുത്തു. ഏറ്റവും കൂടുതൽ ഡബ് ചെയ്തത് ബാബുരാജ് ചേട്ടന് വേണ്ടിയിട്ടാണോ? അല്ല, ഏറ്റവും കൂടുതൽ ബാബുരാജിന് വേണ്ടിയിട്ടല്ല. ബാബുരാജിനാണ് ഞാൻ തുടക്കം. എൻ്റെ ആദ്യത്തെ സിനിമ ബാബുരാജിന് വേണ്ടിയിട്ടാണ്, അതായത് നാരായണത്ത് തമ്പുരാൻ. ബാബുരാജിന് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് വയലൻസ്, അതിനകത്ത് IM വിജയൻ ഡബ് ചെയ്തു. IM വിജയൻ ആകാശത്തിലെ പുറവുകളും ഡബ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. അയ്യോ അത് എനിക്കിപ്പോഴും, ഞാൻ ഇപ്പോൾ അമ്മയുടെ കുടുംബസംഗമത്തിന് ഫുട്ബോൾ കളിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ റഫറി ആയിട്ട് IM വിജയനായിരുന്നു. പുള്ളിക്കാരനെ കാണുമ്പോഴൊക്കെ എനിക്കിത് ഓർമ്മ വരുന്നത്. പുള്ളിക്കാരനെ ആ സിനിമയിൽ പുള്ളിയുടെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ലോറിക്കകത്താണ് വരുന്നത്. ലോറിക്കകത്ത് വന്നിട്ട് ലോറിയിലേക്ക് അപ്പുറത്തെ പറമ്പിലെ പിള്ളേർ ഫുട്ബോൾ കളിച്ചിട്ട് ഒരു ബോൾ വന്നിങ്ങനെ വന്ന് വീഴും. പുള്ളി അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഒരു കിക്ക് ചെയ്യുന്നു. അത് അങ്ങനെയൊക്കെ വന്നിട്ട് പുള്ളി ഈ ലോറിയുടെ ഒരു ബോണറ്റ് ഉണ്ട്, ആ ബോണറ്റിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആണ് ഡയലോഗ്. അപ്പോൾ വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നു, വണ്ടി പോയി പുള്ളിക്കാരൻ ജയിലിൽ നിന്ന് ഇറങ്ങുവാണല്ലോ. അപ്പോൾ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് ഇറങ്ങുമെന്ന് അറിഞ്ഞിട്ടും ഒരു പട്ടികളെയും കണ്ടില്ലല്ലോ അങ്ങോട്ട്. അതായത് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും ആരെയും കണ്ടില്ലല്ലോ അങ്ങോട്ട്. ഇതാണ് ഡയലോഗ്. പുള്ളി പറഞ്ഞേക്കുന്ന അറിയാം, ഞാനിന്ന് ഇറങ്ങുന്ന ഒരു പട്ടികളെയും കണ്ടില്ല. തൃശ്ശൂർ, അത് തൃശ്ശൂരിന്റെ കൊളോക്കിയൽ സ്ലാങ് എന്ന് പറയുന്നത്. ഞാൻ പറയും ഇത് എങ്ങനെ സിങ്കി ചേട്ടാ, അതെ അത് പിടിക്കണ്ട കേട്ടാ. ഞാൻ പറയും ഏത് തൃശ്ശൂർ സ്ലാങ് വേണ്ട. ഞാൻ പറയും പിന്നെ ചേട്ടൻ നോർമലി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു നോർമലി പറഞ്ഞാൽ മതി, തൃശ്ശൂർ സ്ലാങ് വേണ്ട ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഈ പുള്ളിയുടെ ലിപ്പിൽ ഇത് എങ്ങനെ ഞാൻ ചേട്ടാ അതെങ്ങനെയെങ്കിലും നമ്മൾ ശരി നോക്കാം. അതുകൊണ്ട് ഭയങ്കര മറ്റേ വെടിയുണ്ട കണക്കുള്ള സ്പീഡല്ലേ, ആ സ്പീഡ് നമുക്ക് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, മോഡുലേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ ആ സ്പീഡ് വേണം താനും. ഇത് ഡയലോഗ് തൃശ്ശൂർ സ്ലാങ് വരണ്ട, സ്ലാങ് ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. പിടിച്ച് ഒരു കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് കഴിഞ്ഞിട്ട്, അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള സീൻസൊക്കെ പുള്ളിക്കാരനെ കഴുത്തിൽ കടിച്ചു കൊല്ലുക ചെയ്യുന്നത്. അതായത് കലാഭവൻ മണിയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പേ വരൂ അങ്ങനെ കഴുത്തിൽ കടിച്ചിട്ട് ഭയങ്കര സ്ട്രീമിങ്ങാണ് പുള്ളിക്കാരൻ. അത് ആ ഷോട്ട് ഞാൻ ഡബ് ചെയ്ത ഷോട്ടുകളൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ല, കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എങ്കിലും പക്ഷെ നമ്മൾ ഡബ് ചെയ്യേണ്ടി വന്നു. അതല്ല, ആ കാറിച്ച അലർച്ച ഭയങ്കര ഭീകരമായിട്ടുള്ള അലർച്ചയായിരുന്നു. അതെല്ലാം ചെയ്തു പുള്ളിക്കാരല്ലേ ചെയ്ത്. പുള്ളി സ്പീഡിലാണ്, എല്ലായിടത്തും ഈ സ്പീഡിലാണ് പറയുന്നത്. പക്ഷെ ഒപ്പിച്ചെടുത്ത് ഇല്ല. ഞാൻ പുള്ളിയെ ഞങ്ങൾ കണ്ടെങ്കിലും ഞാൻ ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അത് കൂടാതെ പുള്ളിക്ക് വേറെ 2-3 സിനിമകളിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡബ് ചെയ്തതിൽ ഭയങ്കരമായിട്ട് മാച്ച് ആയിട്ട് ചേട്ടന്റെ സൗണ്ട് ആയിട്ട് മാച്ച് ആയിട്ട് തോന്നിയിട്ടുള്ള ആരെയാ ഏറ്റവും കൂടുതൽ? അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ടും മാച്ച് ആക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ റിയാസ് ഖാൻ എനിക്ക് ഭയങ്കര, ഞാൻ പറയാം, എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ശോഭി തിലകൻ എന്നൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞത് റിയാസ് ഖാനെ ഞാൻ ബാലേട്ടനിൽ ഡബ് ചെയ്തപ്പോഴാണ്. ബാലേട്ടൻ എന്ന സിനിമയാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറയുന്നു അത് എൻ്റെ മാത്രമല്ല, റിയാസ് ഖാൻ്റെയും ടേണിംഗ് പോയിന്റ് അതാണെന്ന് ഞാൻ പറയുന്നു. കാരണം അതിനു മുമ്പ് പുള്ളി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്.
പക്ഷെ അവിടെയൊന്നും പുള്ളിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. സത്യം. പക്ഷെ ബാലേട്ടനിലെ ആ വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ മീൻസ് ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകളിലൊക്കെ അതിലേക്കൊക്കെ ഒരു വാഗ്ദാനമായിട്ട് റിയാസ് ഖാൻ മാറി എന്നുള്ളതാണ്. അതിൽ എൻ്റെ ശബ്ദവും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിയാസ് ഖാന് വേണ്ടിയിട്ട് ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് കൂടുതൽ ഒരുപാട് മാച്ച് ആവുന്നൊരു എൻ്റെ വോയിസ് ഒരുപാട് മാച്ച് ആവുന്നൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ ശരത് കുമാർ, നമ്മുടെ രഞ്ജിത്ത്, രാജമാണിക്യത്തിലേക്ക് രാജമാണിക്യത്തിൽ അങ്ങേക്ക് ഞാൻ 11 സിനിമ കണ്ടു, 12 സിനിമ ഡബിയിലുണ്ട്. അതിൽ ഒരു സിനിമ മാത്രമേ ഉള്ളൂ പുള്ളി അഭിനയിച്ച ഒരു മലയാള സിനിമ മാത്രമേ ഉള്ളൂ ഞാൻ ഡബ് ചെയ്യാത്ത, ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുള്ളിയുടെ വോയിസ് എനിക്ക് ഭയങ്കര പുള്ളിയുടെ ബോഡിയിൽ എൻ്റെ വോയിസ് ഭയങ്കര മാച്ചാണ്. തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഡബിങ് ചെയ്തതിൽ ഒട്ടും മാച്ച് ആവാത്ത കുറെ കഷ്ടപ്പെട്ട അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ല, മാച്ച് ആവാതെ വന്നിട്ടുണ്ട്. മാച്ച് ആവാതെ വന്നത് പക്ഷെ പിന്നീട് മാച്ച് ആക്കി ഞാൻ. അത് ആശിഷ് വിദ്യാർത്ഥി ശരിക്കും നമ്മുടെ ചെസ് എന്ന് പറയുന്ന പടത്തിൽ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. എത്ര ഞാൻ നോക്കിയിട്ടും സിങ്ക് ആവുന്നില്ല. കാരണം ഞാൻ പുള്ളിയുടെ ലിപ്പിൽ സിങ്ക് ചെയ്ത് ഡബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഈ കാസറ്റൊക്കെ വലിയില്ലേ, അതുപോലെ ഡബ് ചെയ്താൽ മാത്രമേ അതായത് ഇങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അല്ലാതെ കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഡയലോഗ് പറയുമ്പോൾ തുടക്കം കേൾക്കും, പിന്നെ എൻഡും കേൾക്കും, ഈ ഇൻ ബിറ്റ്വീൻ കേൾക്കില്ല, ഒന്നും പുറത്തു വരുന്നില്ല. പുള്ളി ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് ഈ ഇടയ്ക്കുള്ള സാധനം കേൾക്കില്ല. അപ്പൊ അത് ഡബ് ചെയ്യാൻ ഞാൻ ഡബ് ചെയ്ത് ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചഴച്ചൊക്കെ പറഞ്ഞാലേ ഒക്കുള്ളൂ. അപ്പൊ അത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു പടത്തിൽ അദ്ദേഹം അഭിനയിച്ച് തുളസീദാസ് സാറിന് അത് എന്നെ വിളിച്ച് ഞാൻ തന്നെ ഡബ് ചെയ്തു. അത് ഞാൻ ഇത് മാറ്റാൻ പറ്റത്തില്ല. മറ്റത് പിന്നെ പുള്ളിയെ ക്യാരക്ടർ മാറ്റി, പുള്ളിയുടെ മലയാളി എന്നുള്ളത് മാറ്റി പുള്ളിയെ തമിഴിനാക്കിയിട്ടാണ് ചെസ്സിൽ ഡബ് ചെയ്തിരിക്കുന്നത്. CID മൂസയിൽ ഡബ് ചെയ്ത സെയിം ഡബിങ് ആർട്ടിസ്റ്റിനെ തമിഴ് ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഇവിടെ അപ്പോഴും ശരിയായി. തമിഴ് ചെയ്തപ്പോൾ പുള്ളിയുടെ കറക്റ്റ് സിങ്കായി. പക്ഷെ ഇതുപോലെ എൻ്റെ അടുത്ത് തുളസിദാസ് പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല, പുള്ളിയെ ക്യാരക്ടറൊന്നും മാറ്റാൻ പറ്റില്ല, നീ തന്നെ ചെയ്യണം, നീങ്ങി വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചെയ്തു. അത് പിന്നെ പിടിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ പുള്ളി മലയാളം പഠിച്ചു കാണും, ആശിഷ് വിദ്യാർത്ഥി. അതെന്താ അറിയാം നമ്മള് അത് അതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഈ പ്രദീപ് റാവുത്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈന ടൗണിൽ ഉണ്ട്, ഞാൻ പുള്ളിക്ക് ഞാൻ അടപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പാതിരാമണൽ എന്ന് പറഞ്ഞ പടമുണ്ട്, അതിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് അതിനകത്ത് പുള്ളി മലയാളിയായിട്ടാണ്, ഒരു പോലീസുകാരാണ്. മറ്റതിൽ പുള്ളി ഹിന്ദി അറിയാവുന്ന ഒരാളാണ്, ഹിന്ദിയും മലയാളവും കൂടി മിക്സ് ചെയ്തായാലും ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ചെയ്താൽ പറയും. പക്ഷെ ഇത് പുള്ളി പക്ക ഒരു നാട്ടിൻപുറത്തുകാരൻ പോലീസുകാരനാണ് ഈ പാതിരാമണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുള്ളി ക്ലോസ് അല്ല ഹിന്ദി ഡയലോഗാണ് പറഞ്ഞേക്കുന്നത്, ഹിന്ദിയിലാണ് പറഞ്ഞേക്കുന്നത്. ആ ഹിന്ദിയിൽ പറഞ്ഞേക്കുന്നത് ഞാൻ മലയാളത്തിൽ ഡബ് ചെയ്യുമ്പോൾ കറക്റ്റ് സിങ്കാണ്. പക്ഷേ പുള്ളിക്കാരൻ മലയാളം പഠിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പഠിച്ച് പറയുമ്പോൾ പുള്ളി മലയാളം ശരിയാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇഴയ്ക്കും. അവിടെ ഞാൻ വെള്ളം കുടിക്കും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അന്ന് മിമിക്രിക്ക് സമ്മാനം കിട്ടിയിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇല്ലാതിരുന്ന ഒരാഗ്രഹമായിരുന്നു ഓംപുരി സാറിന് ഡബ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഭാഗ്യം ആടുപുലിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹമൊക്കെ ഈ പറഞ്ഞ പോലെ പഠിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ മലയാളം അറിയില്ലല്ലോ, ഈ മലയാളം പഠിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ മലയാളം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വലിക്കും, സ്പീഡിൽ പറയാൻ പറ്റില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഇവിടെ ഈ ലുക്കിലൊക്കെ ഡയലോഗ് എഴുതി വെച്ചിട്ട് ഇപ്പൊ റൈറ്റ് ലുക്ക് ആണെങ്കിൽ റൈറ്റ് ലുക്കിൽ ഡയലോഗ് എഴുതി വെക്കും. ആ ഡയലോഗ് നോക്കി പുള്ളി ഹിന്ദിയിൽ എഴുതി കൊടുക്കും, അത് പുള്ളി അത് നോക്കി വായിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡബ് ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വലിഞ്ഞിട്ട് അതാവ് സിനിമ കണ്ടാൽ അറിയാം. അതിൻ്റെ മലയാളത്തിലും തമിഴിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത് ഈ ഓംപുരി സാറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ശോഭിത്തിലകിനെ ഇപ്പൊ മിമിക്രി ചെയ്ത് അല്ലെങ്കിൽ ആ ശബ്ദം അനുകരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അതിൽ ആഡ് ചെയ്യണം. ഈ വർഷവും ഡബിങ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഈ നമ്മുടെ ശബ്ദം, നമ്മുടെ രൂപം അങ്ങനെയാണല്ലോ ചിന്തിക്കുക. പക്ഷെ അതിലിപ്പോ അങ്ങനെയല്ല, ആളുകൾ മറ്റ് കഥാപാത്രങ്ങളിൽ മറ്റ് ക്യാരക്ടേഴ്സും കൂടി ആഡ് ചെയ്യുന്നതിൽ ഒരു വിഷമമുണ്ടോ?
വിഷമം എന്ന് വെച്ചാൽ അങ്ങനെ വിഷമമൊന്നുമില്ല, നമ്മുടെ ജോലിയാണല്ലോ. പിന്നെ എനിക്ക് ഈ ശബ്ദം എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്ക് ഡബ് ചെയ്യാൻ. മറ്റുള്ളവർക്ക് ഡബ് ചെയ്യാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് ഡബ് ചെയ്യുമ്പോൾ ഞാൻ മാച്ചാവുന്നില്ല. ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ കാരണം വെച്ചാല് കാര്യം വെച്ചാല് നമ്മൾ ഈ ഭീകരനായ വില്ലന്മാർക്കൊക്കെ ഡബ് ചെയ്യാറുണ്ട്. അപ്പം അത് ഡബ് ചെയ്യുമ്പോൾ അത് മാച്ചാവും. പിന്നെ വളരെ സുന്ദരനായ ആളുകൾക്ക് നമ്മൾ ഡബ് ചെയ്യുന്നുണ്ട്, അതും മാച്ച് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നിലേക്ക് വരുമ്പോൾ എനിക്കിത് മാച്ച് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. പോരാ, ഒന്നും നന്നാക്കാം. അങ്ങനെ ചെയ്തു. പിന്നെ അങ്ങ് ചെയ്തു പോകുന്നതാണ്. ഈ ഇടയ്ക്ക് എൻ്റെ അപ്പച്ചിയാണ് തോന്നുന്നു, അപ്പച്ചി സ്ഥിരം സീരിയൽ കാണുന്നതാണ്. അപ്പം ഞാനൊരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞ് ക്യാരക്ടർ ഞാൻ പിന്നെ പറയാം. അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി ഇത് കണ്ടിട്ട് ആദ്യത്തെ ദിവസമൊന്നും എന്നെ വിളിച്ചില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടു, കാലാ എന്താടാ? ഞാൻ പറഞ്ഞു കാലൻ. ഞാൻ കണ്ടു നിന്റെ കാലനായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. സംഭവം എന്താ, പുള്ളിക്കാരി ആദ്യം വിചാരിച്ചു ഞാനാണെന്ന് വിചാരിച്ചില്ല. കാരണം മൊത്തം കിരീടവും മീശയും ഇതൊക്കെ വന്നപ്പോഴേക്കും പുള്ളി വിചാരിച്ചു വേറെ ആരോ ആണ്, ഞാൻ ഡബ് ചെയ്തതാണ്, ഞാൻ വേറൊരാൾക്ക് ഡബ് ചെയ്തതാണെന്ന് പുള്ളിക്കാരി വിചാരിച്ചത്. പിന്നീടാ മനസ്സിലായി ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ആ കാലൻ്റെ ഈ നമ്മള് വാട്സപ്പിൽ മറ്റേ ഇതിടത്തില്ലേ സ്റ്റിക്കർ, കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഈ സ്റ്റിക്കർ എടുത്തിട്ട് കാലനായിട്ട് നിൽക്കുന്ന ഗതയൊക്കെ പിടിച്ച്. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ ഒരു കോംപ്ലിമെന്റ് ആണ് അതൊക്കെ. സത്യം. ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നേരിട്ട് സ്വന്തം ശബ്ദം? എന്നെ ഇതുവരെ ആരും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആകെപ്പാടെ ഇമിറ്റേറ്റ് ചെയ്ത് എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ റിയാസ് ഖാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. റിയാസ് ഖാനെയാണ്, എന്നെയല്ല. അടുത്തതായി വരുന്നു റിയാസ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയുന്നത് ഓട്ടേടാ ബാലേട്ട എന്ന് പറയുന്ന സാധനം, അത് ഡബ് ചെയ്തേക്കുന്നത് ഞാനാ. അപ്പൊ അങ്ങനെ എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലാതെ എന്റെ വോയിസ് ഇന്ന് വരെ ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചായിട്ട് എനിക്കറിയില്ല. ഈ ബാലേട്ടനിലെ ആ ഡയലോഗ് ഒന്ന് പറയാമോ? ഏതിലെ? ഈ ബാലേട്ടനിൽ ഇപ്പൊ പറഞ്ഞ റിയാസ് ഖാൻ പറഞ്ഞു, കണ്ടില്ലേ അവന്റെ മുഖം ഒരു പുലബന്ധവുമില്ലാത്ത ഒരുവനെ കണ്ട പോലെ, അതാണ് ബാലേട്ടൻ. ഒളിച്ചു വെക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. പോട്ടെടാ ബാലേട്ട. ഓ, ആ വില്ലിന്റെ ഒരു പവർ ഉണ്ടല്ലോ. വലിയൊരു ഭാഗ്യമാണത്, ശബ്ദത്തിലൂടെ അറിയപ്പെടുക. അതിൽ ഏറ്റവും വലിയ സംഭവമാണ് കാത്തു. സത്യം, ഇന്നും ആളുകള് ഞാനും എടുക്കുകയാണ്. അതെ, കാത്തുവില് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ നമ്മളെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അതൊരു എല്ലാവർക്കും കിട്ടുന്നതല്ല. കാരണം കണ്ടംപൂച്ച എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ശബ്ദമാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഈ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവമുണ്ട്. ചില അമ്മമാര് കുട്ടികൾ ചോറിനാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോഴേക്കും കണ്ടംപൂച്ച വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇവര് നമ്മളെ നേരിട്ട് കാണുമ്പോഴേ കണ്ടംപൂച്ച കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, കുട്ടികൾ നമ്മളെ ഇങ്ങനെ പേടിച്ച് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ശബ്ദത്തിലൂടെ അത് വേറെ ആർക്കും അവകാശപ്പെടുന്നല്ലോ, നമ്മള് മാത്രമാണ്. തീർച്ചയായിട്ടും ഈ പഴശ്ശിരാജയ്ക്കാണ് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത്. അത് ഭയങ്കര സ്പെഷ്യലാണ്. അതിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ തന്നെയാണ് കോൺഫിഡന്റ് കൊടുത്ത് അവർക്ക് ഡബ് ചെയ്യിപ്പിക്കാം, ഇവനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കാം. അന്ന് ഈ പറഞ്ഞ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും പോയിട്ട് കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. കാരണം അച്ഛനാണ് ഈ കോൺഫിഡന്റ് ഒക്കെ കൊടുത്ത്. റിയാക്ഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു റിയാക്ഷൻ? സത്യത്തിൽ അച്ഛനാണ് കോൺഫിഡൻസ് ഹരിഹരൻ സാറിന് കൊടുത്തത്. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെ അവാർഡ് പ്രഖ്യാപിച്ചു. സാധാരണ നമ്മുടെ പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ കുടുംബത്തിൽ മകന് ഇപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാകുക, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ നടത്തി ഒരു സമ്മാനം കിട്ടുക. അങ്ങനെ ഒരു അവസരത്തിൽ സാധാരണ ചെയ്യുന്നത് അച്ഛൻ ഓടി വന്ന് മക്കളെയൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മോനെ വെരി ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ബോയ് എന്നൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ പറയില്ലേ. അങ്ങനെയൊക്കെ ഞാനും പ്രതീക്ഷിച്ചു. പക്ഷേ അച്ഛൻ്റെ ഒരു രീതി അങ്ങനെയല്ല.
ഈ എനിക്ക് അവാർഡ് കിട്ടിയ കാര്യം ഞാൻ തന്നെയാണ് അച്ഛനെ അങ്ങോട്ട് വിളിച്ച് പറയുന്നത്. ഞാൻ അച്ഛനെ വിളിച്ചിട്ടെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ അവാർഡ് എനിക്കാണ്. ആ എന്നൊരു മൂളൽ മാത്രമേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കത് മതി. എനിക്ക് ആ അച്ഛൻ്റെ ആ എന്നുള്ള ആ മൂളല് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം കിട്ടി. അതിലെല്ലാം ഉണ്ട്. അച്ഛൻ്റെ മനസ്സിലുള്ള ആഹ്ലാദം മുഴുവൻ അതിലുണ്ടെന്ന് എനിക്ക് വളരെ ക്ലിയറാണ്. അതുപോലെ എനിക്കല്ലാതെ വേറെ പ്രകടനമൊന്നും ആവശ്യമില്ല. അപ്പോൾ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരൊറ്റത് കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം അച്ഛന് വേണ്ടി ഡബ് ചെയ്ത സീരിയല് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയല് ടെലികാസ്റ്റ് കാണുന്ന ഞാനും അച്ഛനോട് ഒന്നിച്ചിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലാണ്, അമൃത ഹോസ്പിറ്റലിൽ. അവിടെ TV ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് TV-യിൽ വീക്കെൻഡിലാണല്ലോ ടെലികാസ്റ്റ്, ശനിയും ഞായറും മാത്രം. അപ്പം ഞങ്ങൾ രണ്ടും ഒന്നിച്ചിരുന്നാണ് ടെലികാസ്റ്റ് കാണുന്നത്. ഞാൻ പോയി ട്രിവാൻഡ്രത്ത് പോയി ഡബ് ചെയ്തിട്ട് തിരിച്ച് അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഞാനാണ്. മൊത്തം എപ്പിസോഡ് കഴിയുന്നവരെ പുള്ളി ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട്, അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക, അച്ഛൻ എന്താണ് പറയുക, പുള്ളിയുടെ വായിൽ നിന്ന് എന്ത് ഇത് കുളവായോ അല്ലെങ്കിൽ എന്താണ്, അങ്ങനൊരു മറ്റേ 10ാം ക്ലാസ്സിലെ റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ എങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്തിനാടാ ഈ ആവശ്യമില്ലാത്തടുത്ത് മോളിലിടാൻ പോയേ. അപ്പം ഞാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ അത് മോളിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അവൻ പറഞ്ഞ് കുഴപ്പമില്ലാതെ ഇട്ടോളൂ, അത് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞോളാം, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരിച്ച. അവരങ്ങനെ പലതും പറയും, നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാവുള്ളൂ, ആവശ്യമില്ലാത്ത ഒന്നും ഇടരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞല്ലാതെ ബാക്കി ഡബ് ചെയ്തിരുന്ന യാതൊരു പ്രശ്നവും പുള്ളി പറഞ്ഞിട്ടില്ല. ഇത് വളരെ ഹാപ്പിയായിരുന്നു. അത് തന്നെയല്ല, ഇത് ഞാൻ ചെയ്യുമെന്ന് അവരോട് പറഞ്ഞത് എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെയാണ്. അപ്പോൾ അച്ഛനും മനസ്സിലായി ഞാൻ ചെയ്യുമെന്ന് പുള്ളിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു കോൺഫിഡൻസാണ്. ഇപ്പൊ എല്ലാ അച്ചീവ്മെന്റ്സ് ഇപ്പൊ എപ്പോഴും പറയാറുണ്ട്, അച്ഛൻ എന്ന് പറയുമ്പോ 100 നാവ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. എപ്പോഴും അച്ഛനെ കുറിച്ച് സംസാരിക്കും. അപ്പം എന്റെ എല്ലാ അച്ചീവ്മെന്റ്സിനും കാരണം അച്ഛനാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വേണമെന്നെടുത്തതും അല്ലെങ്കിൽ ഇത് വേണ്ടാന്നെടുത്ത 2 കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ ലൈഫിൽ? അല്ല, വേണ്ടാന്നെടുത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിമിക്രി ഞാൻ വേണ്ടാന്ന് വെച്ചത് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു പ്രചോദനം കൊണ്ടാണ്. ഞാൻ മിമിക്രി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തത് പുള്ളിയുടെ പക്ഷെ പുള്ളി അങ്ങനെ നിർബന്ധമായിട്ടൊന്നും പറഞ്ഞല്ല. പുള്ളി വളരെ കാഷ്വലായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അത് ഞാൻ ചിന്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ, മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരുണ്ടല്ലോ, അവരെ ഒബ്സർവ് ചെയ്യുന്നൊരു സമയം, അതായത് നമ്മൾ മിമിക്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നടപ്പിലും ഇരിപ്പിലും ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ അവരൊക്കെ വരുമായിരുന്നു. നമുക്കത് ഇഷ്ടമായിരുന്നു. നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ, ഇപ്പോൾ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സിനിമ, ഒരു ഇത്തിരി മാസ് പടം, ഇപ്പോഴത്തെ മാസ് പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള മറ്റേ രാജാവിൻ്റെ മകൻ അല്ലെങ്കിൽ ന്യൂഡൽഹി, അങ്ങനെയുള്ള മമ്മൂട്ടിയുടെ ഭയങ്കര ഹീറോയിസം ഉള്ള പടങ്ങൾ, മോഹൻലാലിൻ്റെ ഹീറോയിസം ഉള്ള പടങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളതാ, അത് മമ്മൂട്ടിയുടെ പടം കണ്ടറിയാൻ ഞാൻ മമ്മൂട്ടിയാ. അപ്പോൾ നമ്മുടെ നടപ്പൊക്കെ അങ്ങനെയാവും, നമ്മൾ നടക്കുന്നതൊക്കെ അങ്ങനെയാവും. പക്ഷെ ഇത് ഞാൻ ആലോചിച്ച് നോക്കി, ശരിയാണല്ലോ അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ നിർത്തി. ഞാൻ ഈ മിമിക്രി എന്നുള്ള പരിപാടി നിർത്തി. പൂർണ്ണമായിട്ടും ഞാൻ അതിൽ നിന്ന് അങ്ങ് മാറി. കാരണം എങ്കിലേ നമുക്ക് നമ്മുടെ സ്വാഭാവികമായ ശൈലി വരുള്ളൂ. പിന്നെ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവം, ഞാൻ പറഞ്ഞില്ല അച്ഛനെക്കുറിച്ച് 100 നാവാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ അച്ചീവ്മെൻറ്റ്സ് എല്ലാം, എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം അതിനെ പ്രാപ്തനാക്കിയത് അച്ഛൻ തന്നെയാണ്. അത് ബൈ ബർത്ത് ആയാലും അച്ഛൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയാലും, പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പുള്ളിയുടെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ, പുള്ളിയോട് സംസാരിക്കും, പുള്ളിയോട് ഒരു 1-2 മണിക്കൂർ സംസാരിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് ഈ പുസ്തകങ്ങൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു നാടകം എഴുതാൻ വേണ്ടിയിട്ട് 32ഓളം പുസ്തകങ്ങൾ വായിച്ച ആളാണ് PG ആന്റണി. അപ്പോൾ ആ PG ആന്റണി വായിച്ച ഈ 32 പുസ്തകങ്ങളുടെയും കൂടി ആകെ കൂട്ടി കലർത്തി നോക്കിക്കഴിഞ്ഞാൽ ആ നാടകമാണ് എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചൊരു സാധനം കിട്ടുവാണെങ്കിൽ അത് വായിക്കുന്നു കിട്ടൂലേ.
എന്ന് പറഞ്ഞ പോലെയാണ് അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, ഒരുപാട് ഒബ്സർവേഷൻസ് നടത്തും. ഈ പറയുന്ന ശബ്ദത്തിൻ്റെ വിന്യാസം, ശബ്ദത്തിൻ്റെ വേരിയേഷൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അച്ഛനിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു മൂളലിനും ആ ഒരു 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 10 ഡയലോഗ് പറയുന്നതിന് ഈക്വലൻ്റ് ആണ് ഒരു മൂളൽ. അപ്പോൾ അത് നമുക്ക് കിട്ടിയത് അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഈ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാണെന്ന് ഞാൻ പറയും.